നമസ്കാരം. നമ്മൾ LGS വേണ്ടിയുള്ള സിലബസ് കംപ്ലീഷൻ ചാലഞ്ചിൽ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുന്ന ഈ മൊഡ്യൂൾ 7ാമത്തെ മൊഡ്യൂൾ പറഞ്ഞിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മേഖല ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഏതാ? ഓപ്ഷൻ ബി ആണ്, ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഏതാണെന്ന് വെച്ചാൽ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ്. രണ്ടാമത്തെ ചോദ്യം: ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി രൂപീകൃതമായ വർഷം ഏതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി രൂപീകൃതമായ വർഷം എന്ന 1954 കേട്ടോ. ഓപ്ഷൻ എ ആണ്, 1954 ഏത് രൂപീകൃതമാകുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി രൂപീകൃതമാകുന്നത്. മൂന്നാമത്തെ ചോദ്യം: ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്, മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. നാലാമത്തെ ചോദ്യം: ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ചുമതല നിർവഹിക്കുന്നത് ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ അതായത് ആ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് ആരായിരിക്കും? ഓപ്ഷൻ എ ആണ്, പ്രധാനമന്ത്രി കേട്ടോ. പ്രധാനമന്ത്രിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ചുമതല നിർവഹിക്കുന്നത് ആരാന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ആയിരിക്കും. അഞ്ചാമത്തെ ചോദ്യം: അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാ? അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? HJ ബാബയാണ് കേട്ടോ. ഹോമി ജഹാംഗീർ ബാബയാണ്. ഓപ്ഷൻ സി ആണ്, HJ ബാബയാണ്. ആറാമത്തെ ചോദ്യം: ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് രൂപീകൃതമായ വർഷം ഏതാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് രൂപീകൃതമായ വർഷം എന്ന 1945 ഏത് രൂപീകൃതമാകുന്നത്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് രൂപീകൃതമാകുന്നത്. ഏഴാമത്തെ ചോദ്യം: അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1948 ഓപ്ഷൻ സി ആണ്, 1948 അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വരുന്നത്. എട്ടാമത്തെ ചോദ്യം: ആണവോർജത്തിന്റെ പിതാവ്, ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, ഹോമി ജഹാംഗീർ ബാബയാണ്. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഹോമി ജഹാംഗീർ ബാബയാണ്. ഒൻപതാമത്തെ ചോദ്യം: ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാ? ഓപ്ഷൻ സി ആണ്, GSAT-29 ആണ്. GSAT-29 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും വലിയ ഭാരം കൂടിയ ഉപഗ്രഹം ചോദിച്ചാൽ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ഇത്, GSAT-29. പത്താമത്തെ ചോദ്യം: ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? ഏതാ ഗഗൻയാൻ്റെത്? ഓപ്ഷൻ എ ആണ്, GSLV മാർക്ക് 3 ആണ് കേട്ടോ. GSLV മാർക്ക് 3 ആണ് ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം: ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഉപഗ്രഹം ഏതാ? ഓപ്ഷൻ എ ആണ്, GSAT-11 ആണ്. GSAT-11 എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബിഗ് ബേർഡ് എന്ന് അറിയപ്പെടുന്നത്. 12ാമത്തെ ചോദ്യം: റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, റിതു കരിതലാണ്. റിതു കരിതലാണ് റോക്കറ്റ് വിമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. 13ാമത്തെ ചോദ്യം: റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്, K ശിവനാണ്. K ശിവനാണ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യം: ചാന്ദ്രയാൻ 2ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ചാന്ദ്രയാൻ 2ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, വനിതാ മുത്തയ്യ കേട്ടോ. വനിതാ മുത്തയ്യ. ചാന്ദ്രയാൻ 2ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് വെച്ചാൽ വനിതാ മുത്തയ്യാണ്. 15ാമത്തെ ചോദ്യം: ചാന്ദ്രയാൻ 2 ചന്ദ്രനിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ദിവസം ഏതാണ്? ചാന്ദ്രയാൻ 2 ചന്ദ്രനിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ദിവസം ഏതാണ്? ഏതായിരുന്നു? 2019 സെപ്റ്റംബർ 7 കേട്ടോ. 2019 സെപ്റ്റംബർ 7 ഓപ്ഷൻ സി ആണ്, 2019 സെപ്റ്റംബർ 7 16ാമത്തെ ചോദ്യം: ചാന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു?
ചാന്ദ്രയാൻ സെക്കൻഡിന്റെ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് കെ ശിവൻ ആയിരുന്നു. 17ാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിച്ചത് എവിടെ വെച്ചിട്ടാണ്? ചാന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിച്ചത് എവിടെ വെച്ചിട്ടാണ്? ഓപ്ഷൻ എ ആണ് ശ്രീഹരിക്കോട്ടയിൽ വെച്ചിട്ടാണ് അല്ലെ, ശ്രീഹരിക്കോട്ടയിൽ വെച്ചാണ്. 18 ചാന്ദ്രയാൻ 2വിന്റെ റോവറിന്റെ പേരെന്താ? ചാന്ദ്രയാൻ സെക്കൻഡ് റോവറിന്റെ പേര് എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് പ്രഗ്യാനാണ് കേട്ടോ, പ്രഗ്യാനാണ്. ചാന്ദ്രയാൻ സെക്കൻഡിന്റെ റോവറിന്റെ പേരാണെന്ത്? പ്രഗ്യാന്. 19 ചാന്ദ്രയാൻ സെക്കൻഡിന്റെ ലാൻഡറിന്റെ പേരെന്താ? ചാന്ദ്രയാൻ സെക്കൻഡ് ലാൻഡറിന്റെ പേരെന്താ? ഓപ്ഷൻ എ ആണ് വിക്രം കേട്ടോ, വിക്രമാണ്. ചാന്ദ്രയാൻ സെക്കൻഡിന്റെ ലാൻഡറിന്റെ പേരാണെന്ത്? വിക്രം. 20 ചാന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിച്ച വർഷം ഏതാ? ചാന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിച്ച വർഷം ഏതാ? എന്നായിരുന്നു വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22-നാണ്. 2019 ജൂലൈ 22-നാണ് ചാന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപിക്കുന്നത്. ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചാന്ദ്രയാൻ സെക്കൻഡ് എന്ന പേരിലാണ്. 22ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? ആദ്യമായിട്ട് ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ് അണ്ണാ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ, അണ്ണാ യൂണിവേഴ്സിറ്റി ആണ്. ഓർത്ത് വെക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഉപഗ്രഹം നിർമ്മിച്ച യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ ഏതാ? അണ്ണാ യൂണിവേഴ്സിറ്റി ആണ്. 23ാമത്തെ ചോദ്യം, രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം ഏതാണ്? രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് സോയൂസ് 11 അല്ലെ, സോയൂസ് 11 ആണ്. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം ചോദിച്ചാൽ ഇതാ സോയൂസ് T11 ആണ്. 24ാമത്തെ ചോദ്യം, രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം ഏതാ? രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം ഏതാ? ഓപ്ഷൻ എ ആണ് 1984-ലാണ്. 1984-ലാണ് എന്ത് ചെയ്യുന്നത്? രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തുന്നത്. 15ാമത്തെ ചോദ്യം, ആര്യഭട്ട വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരാണ്? ആര്യഭട്ട വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ സതീഷ് ധവാൻ ആണ്. ആര്യഭട്ട വിക്ഷേപണ സമയത്ത് ഇന്ത്യയുടെ ISROയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ സതീഷ് ധവാൻ ആണ്. 26ാമത്തെ ചോദ്യം, നോർത്ത് ഈസ്റ്റ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നോർത്ത് ഈസ്റ്റ് സ്പേസ് ആപ്ലിക്കേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് ഷില്ലോങ്ങിലാട്ടോ, ഷില്ലോങ്ങിലാണ്. 27ാമത്തെ ചോദ്യം, അടുത്തിടെ പരാജയപ്പെട്ട ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹം ഓപ്ഷൻ എ ആണ് IRNSS 1H ആണ്, IRNSS 1H ആണ്. 28 IRNSSലെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? IRNSSലെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7 ഉപഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നാവിഗേഷനും റേഞ്ചിങ്ങിനുമായിട്ട് ഇന്ത്യൻ ബഹിരാകാശ രംഗം രൂപം നൽകിയ പദ്ധതി ഏതാണ്? നാവിഗേഷന് വേണ്ടിയിട്ടും റേഞ്ചിങ്ങിനുമായിട്ട് ഇന്ത്യൻ ബഹിരാകാശ രംഗം രൂപകൽപ്പന നൽകിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ് IRNSS ആണ്, IRNSS ആണ്. ഇനി 30ാമത്തെ ചോദ്യം, ബഹിരാകാശ പദ്ധതികളെ കുറിച്ച് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയതാരാണ്? ബഹിരാകാശ പദ്ധതികളെ കുറിച്ച് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ISRO ആണ്. 31ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് നാവിക് ആണ് കേട്ടോ, നാവിക് ആണ്. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇത്, നാവിക്. 32 ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമായിട്ടുള്ള നാവിക്കിന്റെ പൂർണ്ണ രൂപം എന്താണ്? നാവിക്കിന്റെ എക്സ്പാൻഷൻ എന്താണ്? എന്താ വരിക? ഓപ്ഷൻ ബി ആണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ ആണ്, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. 33ാമത്തെ ചോദ്യം, ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പര്യാപ്തമായ വിക്ഷേപണ വാഹനം ഏതാണ്? ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പര്യാപ്തമായിട്ടുള്ള വിക്ഷേപണ വാഹനം ചോദിച്ചാൽ
അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. GSLV മാർക്ക് 3 ആണ്. GSLV മാർക്ക് 3 ആണ്. എന്താ പ്രത്യേകത? ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് പര്യാപ്തമായ വിക്ഷേപണ വാഹനമാണ് ഇത് GSLV മാർക്ക് 3 എന്ന് പറയുന്നത്. ഇനി 34ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യം ചാന്ദ്രയാൻ 1 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ചാന്ദ്രയാൻ വിക്ഷേപിച്ചതെന്നാണ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ചോദിച്ചാൽ 2008 ഒക്ടോബർ 22-നാണ്. 2008 ഒക്ടോബർ 22-നാണ് ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. വിക്ഷേപിച്ച വാഹനം ഏതാ? വിക്ഷേപിച്ച വാഹനം ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. PSLV C-11 ആണ്. PSLV C-11 ആട്ടോ. PSLV C-11 ആണ് ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം. PSLV C-11 ആണ്. ഇനി ചാന്ദ്രയാൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്നാണ്. ചാന്ദ്രയാൻ ഫസ്റ്റ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നായിരുന്നു? ഓപ്ഷൻ ബി ആണ്. 2008 നവംബർ 8-നാണ്. 2008 നവംബർ 8-നാണ് ചാന്ദ്രയാൻ എന്ത് ചെയ്യുന്നത്? ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുന്നത്. 38ാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരായിരുന്നു? AB വാജ്പേയി ആണ് കേട്ടോ. മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള AB വാജ്പേയി ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത്. ഇനി ചാന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം ഏതാ? ചാന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം ഓപ്ഷൻ ബി ആണ്. റഷ്യയാണ്. ചാന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം ചോദിച്ചാൽ ഏതാ? റഷ്യയാണ്. 40ാമത്തെ ചോദ്യം, ചന്ദ്രനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ എത്രയായിരുന്നു? ചാന്ദ്രയാൻ 1-ലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. 11 നിരീക്ഷണ ഉപഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 41, ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരാണ്? ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ആരായിരുന്നു ISROയുടെ ചെയർമാൻ? ഓപ്ഷൻ ബി ആണ്. G മാധവൻ നായർ ആയിരുന്നു. G മാധവൻ നായർ ആയിരുന്നു. 42ാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ചാന്ദ്രയാൻ 1-ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. M അണ്ണാദുരൈയാണ്. ഓപ്ഷൻ ഡി ആണ്. M അണ്ണാദുരൈയാണ്. 43ാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ തീരുമാനിച്ചതെന്നാണ്? ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരുന്നത് ഓപ്ഷൻ സി ആണ്. 2019 ജനുവരിയിലാണ്. ഇനി ചാന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏതാണ്? ചാന്ദ്രയാൻ 2-ന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? GSLV മാർക്കാണ്. ഓപ്ഷൻ സി ആണ്. GSLV മാർക്കാണ്. ഇനി 45ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യം ഏതായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യം ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടത്? മംഗൾയാൻ അല്ലെ? മംഗൾയാൻ എന്ന പേരിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യമായിരുന്നു ഇത് മംഗൾയാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് ഇത് മംഗൾയാൻ. ഇനി മംഗൾയാന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? മംഗൾയാന്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. PSLV C-25 ആണ് കേട്ടോ. PSLV C-25. ഇനി 47ാമത്തെ ചോദ്യം, ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിച്ച രാജ്യമാണ് ഇത്? നമ്മുടെ ഇന്ത്യ. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിച്ച രാജ്യമാണ് ഇത്? ഇന്ത്യ. ഇനി ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം നമ്മൾ പറഞ്ഞു ഏതാ? മംഗൾയാൻ ആണല്ലേ. ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യമാണ് ഇത് മംഗൾയാൻ. ഇനി ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ ഏതാ? ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ ഏതാ? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ ഏതാ? ഇന്ത്യയാണ്. ഇനി മംഗൾയാനിലെ നിരീക്ഷണ ഉപകരണങ്ങൾ എത്രയായിരുന്നു? മംഗൾയാനിലെ നിരീക്ഷണ ഉപകരണങ്ങൾ ചോദിച്ചാൽ 5 എണ്ണമായിരുന്നു കേട്ടോ. 5 എണ്ണമാണ്. 51ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം ഏതായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്. ആസ്ട്രോസാറ്റ് ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ സി ആണ്. ആസ്ട്രോസാറ്റ് ആയിരുന്നു. 52, ആസ്ട്രോസാറ്റ് ഭ്രമണപഥത്തിൽ എത്താനെടുത്ത സമയം എത്രയാണ്? ആസ്ട്രോസാറ്റ് ഭ്രമണപഥത്തിൽ എത്താനെടുത്ത സമയം ചോദിച്ചാൽ എത്രയാ? 22 മിനിറ്റ് ആണ്. 22 മിനിറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇത് ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത്. ആസ്ട്രോസാറ്റ് ഭ്രമണപഥത്തിൽ എത്താനെടുത്ത സമയം ചോദിച്ചാൽ 22 മിനിറ്റ് ആണ്. ഇനി ആസ്ട്രോസാറ്റ് വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ആസ്ട്രോസാറ്റിന്റെ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. AS കിരൺ കുമാർ ആണ് കേട്ടോ. AS കിരൺ കുമാർ ആണ്. 54, ISRO ഭ്രമണപഥത്തിൽ വിജയകരമായിട്ട് എത്തിച്ച 100ാമത്തെ ഉപഗ്രഹം ഏതാണ്?
ISRO വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തിച്ച 100ാമത്തെ ഉപഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് കാർട്ടോസാറ്റ് സെക്കൻഡ് ആണ്. കാർട്ടോസാറ്റ് സെക്കൻഡ് വിക്ഷേപിച്ച വാഹനം ഏതാണ്? കാർട്ടോസാറ്റ് സെക്കൻഡ് വിക്ഷേപിച്ച വാഹനം ചോദിച്ചാൽ PSLV-C 40 ആണ് കേട്ടോ. PSLV-C 40 ആണ്. അങ്ങനെയാണെങ്കിൽ കാർട്ടോസാറ്റ് വിക്ഷേപിച്ച തീയതി എന്നാണ്? കാർട്ടോസാറ്റ് വിക്ഷേപിച്ച തീയതി ജനുവരി 12, 2018 ജനുവരി 12, 2018 ഏത് വിക്ഷേപിക്കുന്നത്? കാർട്ടോസാറ്റ് വിക്ഷേപിക്കുന്നത്. ഇനി ഒറ്റ വിക്ഷേപണത്തിന് 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിലെത്തിച്ച് ചരിത്രം കുറിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ദൗത്യം ഏതാണ്? ഒറ്റ വിക്ഷേപണത്തിന് 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ ദൗത്യം ഏതായിരുന്നു അത്? ഓപ്ഷൻ എ ആണ് PSLV-C 37 ആണ്. PSLV-C 37 ഇത് മസ്റ്റാണ്, പഠിച്ചു വെക്കുക. ഒറ്റ വിക്ഷേപണത്തിന് 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ ദൗത്യം ചോദിച്ചാൽ ഏതാ? PSLV-C 37 ആണ്. ഇനി PSLV-C 37 വിക്ഷേപിച്ചത് എന്നാണ്? PSLV-C 37 വിക്ഷേപിച്ചത് ഓപ്ഷൻ എ ആണ് 15 ഫെബ്രുവരി 2017 15 ഫെബ്രുവരി 2017. ഇനി 59ാമത്തെ ചോദ്യം, PSLV-C 37 പ്രൊജക്ടിന്റെ മുഖ്യനിരയിൽ പ്രവർത്തിച്ച മലയാളി വനിത ആരാണ്? PSLV-C 37 പ്രൊജക്റ്റിൽ മുഖ്യനിരയിൽ പ്രവർത്തിച്ച മലയാളി വനിത ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ശുഭ വാര്യർ ആണ്. ശുഭ വാര്യർ. ഇനി 60ാമത്തെ ചോദ്യം, ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പദ്ധതിയായിരുന്നു ഇത്? ഗഗൻയാൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഗഗൻയാൻ ആണ്. ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പദ്ധതിയുടെ പേരാണെന്ത്? ഗഗൻയാൻ. ഇനി നിലവിലെ ISROയുടെ ചെയർമാൻ ആരാ? നിലവിലെ ISROയുടെ ചെയർമാൻ ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് S സോമനാഥ് അല്ലെ? S സോമനാഥ് ആണ്. 5ാമത്തെ മലയാളിയാണ് ആര്? സോമനാഥ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിലൂടെ വാർത്താ വിതരണ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? കഴിഞ്ഞ 2017 LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിലൂടെ വാർത്താ വിതരണ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ GSAT 9 ആണ്. GSAT 9 ആണ്. 63ാമത്തെ ചോദ്യം, US കമ്പനി SpaceX വിക്ഷേപിച്ച ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള റോക്കറ്റ് ഏതാണ്? US കമ്പനി ആയിട്ടുള്ള SpaceX വിക്ഷേപിച്ച ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഫാൽക്കൺ ഹെവി ആണ്. ഫാൽക്കൺ ഹെവി ആണ്. ഇനി നാസയും ISROയും 2021 വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ച സംയുക്ത ദൗത്യം ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് നിസാർ ആണ് കേട്ടോ. നിസാർ. ആരൊക്കെ തമ്മിൽ? ISROയും നാസയും തമ്മിൽ. 65 2030 ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാനുള്ള പദ്ധതി ഇടുന്ന രാജ്യം ഏതാണ്? 2030 ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാൻ പദ്ധതിയിടുന്ന രാജ്യം ഏതാ? ഓപ്ഷൻ ബി ആണ് ജപ്പാൻ അല്ലെ? ജപ്പാനാണ്. ഓപ്ഷൻ ബി ജപ്പാനാണ്. 66 ഇന്ത്യയുടെ ഗതിനിർണയ സംവിധാനം ഏതാണ്? ഇന്ത്യയുടെ ഗതിനിർണയ സംവിധാനം ചോദിച്ചാൽ ഏതാ? ഇന്ത്യയുടെ ഗതിനിർണയ സംവിധാനം നാവിക് ആണ്. ഓപ്ഷൻ സി നാവിക് ആണ്. അങ്ങനെയാണെങ്കിൽ GPS ആരതാ? അമേരിക്കയുടേത് കേട്ടോ. GPS ആരതാ? അമേരിക്കയുടേതാണ്. ഇന്ത്യയുടെ ഗതിനിർണയമാണ് ഏത്? നാവിക് എന്ന് പറയുന്നത്. 67 ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഭാരതീയൻ ആരാണ്? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഭാരതീയൻ ആരാ? ഓപ്ഷൻ ഡി ആണ് രാകേഷ് ശർമ്മ അല്ലെ? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഭാരതീയനാണ് രാകേഷ് ശർമ്മ. ഇനി 1984 ഏപ്രിൽ 2 രാകേഷ് ശർമ്മ യാത്ര ചെയ്ത വിമാനം ഏതാണ്? 1984 ഏപ്രിൽ 2 രാകേഷ് ശർമ്മ യാത്ര ചെയ്ത വാഹനം ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് സോയൂസ് T11 ആണ്. 69 ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് കൽപ്പന ചൗളയാണ്. 70 കൽപ്പന ചൗള ബഹിരാകാശത്തെത്തിയ വർഷം ഏതാണ്? കൽപ്പന ചൗള ബഹിരാകാശത്തെത്തിയ വർഷം 1997 നവംബർ 19 71ാമത്തെ ചോദ്യം, ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ആര്യഭടനാണ്. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ആര്യഭടനാണ്. 72ാമത്തെ ചോദ്യം, കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യൻ വനിത ആരാണ്?
ആരാ? ഓപ്ഷൻ എ ആണ്, സുനിത വില്യംസ് ആണ്. 73 കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം എവിടെയാണ്? കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, കർണാലാണ് അല്ലെ, ഹരിയാനയിലെ കർണാലാണ്. 74 പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, കൽപ്പന ചൗളയാണ്. 75 VSCയുടെ ആസ്ഥാനം എവിടെയാണ്? VSSCയുടെ ആസ്ഥാനം, വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ സി ആണ്, തുമ്പയിലാണ് കേട്ടോ, തുമ്പയാണ്. 76 ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഓപ്ഷൻ ഡി ആണ്, തുമ്പയാണ്. 77 റോക്കറ്റുകൾ നിർമ്മിക്കുക എന്ന ഉത്തരവാദിത്തമുള്ള ISROയുടെ അനുബന്ധ ഏജൻസി ഏതാണ്? റോക്കറ്റുകൾ നിർമ്മിക്കുക എന്ന ഉത്തരവാദിത്തമുള്ള ISROയുടെ അനുബന്ധ ഏജൻസിയാണ്, ഓപ്ഷൻ ഡി ആണ്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ്. 78 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ UNOക്ക് സമർപ്പിച്ച വർഷം ഏതാണ്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ UNOക്ക് സമർപ്പിച്ച വർഷം ഏതാണ്? ഏത് വർഷമായിരുന്നു സമർപ്പിച്ചത്? 1968ലാണ്. 1968ലാണ്. ഓപ്ഷൻ എ ആണ്, 1968. 79ാമത്തെ ചോദ്യം, തുമ്പയിൽ നിന്ന് നൈക്ക് അപ്പാച്ചെ എന്ന റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ട വർഷം ഏതാണ്? തുമ്പയിൽ നിന്ന് നൈക്ക് അപ്പാച്ചെ എന്ന റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ട വർഷം ഏതാണ്? ഏത് വർഷമായിരുന്നു? 1963ലാണ്. 1963ലാണ്. 80ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹമാണ്, ഓപ്ഷൻ സി, ജുഗ്നു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ചോദിച്ചാൽ ഏതാ? ജുഗ്നു ആണ്. 81 സമുദ്ര പഠനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭം ഏതാണ്? സമുദ്ര പഠനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സരളാണ് കേട്ടോ, സരളാണ്. സമുദ്ര പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭമാണ് ഇത് സരൾ എന്ന് പറയുന്നത്. 82 ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കാർട്ടോസാറ്റ് 1 ആണ്. കാർട്ടോസാറ്റ് 1 ആണ്. 83 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഏതാ? ഇൻകോസ്പാർ ആണ് അല്ലെ, ഇൻകോസ്പാർ. ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നുള്ളതാണ്. 84ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1962ലാണ്. 1962ലാണ്. 85ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്, വിക്രം സാരാഭായ് ആണ്. 86 ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? ISRO സ്ഥാപിതമായ വർഷം എന്നാ ISRO സ്ഥാപിതമാകുന്നത്? 1969 ഓഗസ്റ്റ് 15നാണ്. 1969 ഓഗസ്റ്റ് 15നാണ്. ഇനി ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്, അന്തരീക്ഷ ഭവനിലാണ് കേട്ടോ, അന്തരീക്ഷ ഭവനാണ്. 88 ബഹിരാകാശ വകുപ്പ്, ബഹിരാകാശ കമ്മീഷൻ എന്നിവ സ്ഥാപിതമായ വർഷം ഏതാണ്? ബഹിരാകാശ വകുപ്പ്, ബഹിരാകാശ കമ്മീഷൻ എന്നിവ സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, 1972ലാണ്. 89 ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം ഏതാണ്? ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം ഓപ്ഷൻ എ ആണ്, 1972 ജൂൺ 1നാണ്. 1972 ജൂൺ 1നാണ്. 90ാമത്തെ ചോദ്യം, ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ് ആണ് അല്ലെ, വിക്രം സാരാഭായ്. ഓപ്ഷൻ ബി, വിക്രം സാരാഭായ് ആണ്. 91ാമത്തെ ചോദ്യം, ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി ആരാണ്? ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളിയാണ്, ഓപ്ഷൻ സി ആണ്, MGK മേനോൻ ആണ്. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളിയാണ് ആര്? MGK മേനോൻ. 92 1972 വരെ ISRO പ്രവർത്തിച്ചിരുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? 1972 വരെ ISRO പ്രവർത്തിച്ചിരുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ്?
ഓപ്ഷൻ എ ആണ് ആണവോർജ വകുപ്പിന്റെ കീഴിലാണ്. 93-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ പദവി വഹിച്ചതാരാണ്? ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ പദവി വഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് സതീഷ് ധവാൻ ആണ്, അല്ലെ? സതീഷ് ധവാൻ ആണ്. 94 മംഗൾയാൻ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? മംഗൾയാന്റെ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് കെ രാധാകൃഷ്ണൻ ആട്ടോ. കെ രാധാകൃഷ്ണനാണ്. ഏതിന്റെ സമയത്താ? മംഗൾയാൻ വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ആരാ? കെ രാധാകൃഷ്ണനാണ്. 95 ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാ? ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാ? ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഓപ്ഷൻ സി ആണ് ശ്രീഹരിക്കോട്ടയാണ്. 96-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നതാണ്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ശ്രീഹരിക്കോട്ട തന്നെയാണ്. 97 ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ഡാഷ്. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിലാണ്. 98-ാമത്തെ ചോദ്യം, ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് തുമ്പയിലാട്ടോ. തുമ്പയിലാണ്. 99-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം ഏതാ? ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം ഏതാ? വീലർ ദ്വീപാണ് കേട്ടോ. വീലർ ദ്വീപാണ്. ഓപ്ഷൻ ബി ആണ് വീലർ ദ്വീപാണ്. 100-ാമത്തെ ചോദ്യം, തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാ? തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാ? നൈക്ക് അപ്പാച്ചയാണ് കേട്ടോ. നൈക്ക് അപ്പാച്ചയാണ്. 101-ാമത്തെ ചോദ്യം, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാ? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഓപ്ഷൻ ഡി ആണ് ഇന്ദിരാഗാന്ധിയാണ്. ഇനി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ്? തന്നിരിക്കുന്നതിൽ ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാ? ഭുവൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഭുവൻ ആണ്. 103 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് വിക്രം സാരാഭായ് കേട്ടോ. വിക്രം സാരാഭായ് ആണ്. 104 ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് വിക്രം സാരാഭായ് തന്നെയാണ്. 105 ഇന്ത്യയിൽ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഓപ്ഷൻ സി ആണ് ഓഗസ്റ്റ് 12 കേട്ടോ. ഓഗസ്റ്റ് 12 ആണ്. 106-ാമത്തെ ചോദ്യം, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി PRL സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിലാണ്. 107 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദില്. 108 കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് അഹമ്മദാബാദിലാണ്. 109 വേരിയബിൾ എനർജി സൈക്ലോൺ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേരിയബിൾ എനർജി സൈക്ലോൺ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് കൊൽക്കത്തയിലാണ്. 110-ാമത്തെ ചോദ്യം, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫാസ്റ്റർ ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് കൽപ്പാക്കം അല്ലെ. കൽപ്പാക്കമാണ്. 111 ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ഹൈദരാബാദിലാണ്. 112 യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ജാദുഗുഡയാട്ടോ. ജാദുഗുഡയാണ്. 113 ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കുറെ പറഞ്ഞു ഏതാ? ശ്രീഹരിക്കോട്ടയാണ് അല്ലെ. ശ്രീഹരിക്കോട്ടയാണ്. 114 ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ്. 115 ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് ചാന്ദിപ്പൂരാണ്. 116 മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്?
മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, APJ അബ്ദുൽ കലാം ആണ്. 117 മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാ? ടെസി തോമസ് ആണ്. ഓപ്ഷൻ സി ആണ്, ടെസി തോമസ് ആണ്. 118 ബ്രാഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? ബ്രാഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാ? ബ്രാഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഓപ്ഷൻ സി ആണ്, ശിവതാണു പിള്ള കേട്ടോ. ബ്രാഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാ? ശിവതാണു പിള്ളയാണ്. 119 തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റിംഗ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1963-ലാണ്. 1963-ലാണ്. 120 ചോദ്യം, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ഏതാ? 1972-ലാണ്. 1972-ലാണ്. 121 ചോദ്യം, സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായ വർഷം ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായ വർഷം 1971-ലാണ്. 1971-ലാണ്. ഇനി സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ശ്രീഹരിക്കോട്ടയിലാണ്. 123 സതീഷ് ധവാൻ സ്പേസ് സെന്ററിന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷമാണ്. ഓപ്ഷൻ എ ആണ്, 2002-ലാണ്. 2002-ലാണ്. 124 ചോദ്യം, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ഹൈദരാബാദിലാട്ടോ. ഹൈദരാബാദിലാണ്. അടുത്ത ചോദ്യം, സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥാപിതമായ വർഷം ഏതാണ്? സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥാപിതമായ വർഷം ഏതാണ്? സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഏത് വർഷമാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥാപിതമാകുന്നത്? 1972-ലാണ്. ഓപ്ഷൻ എ ആണ്, 1972-ലാണ്. ഇനി ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകന് ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ വിക്രം സാരാഭായി ആണ്. 127 ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായ വർഷം ഏതാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി ആണ്, 1947-ലാണ്. 128 ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. 129 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായ വർഷം ഏതാണ്? എന്ന ഓപ്ഷൻ സി ആണ്, 2007-ലാട്ടോ. 2007-ലാണ്. ഇനി IIST ഉദ്ഘാടനം ചെയ്തതാരാണ്? അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി ഉദ്ഘാടനം ചെയ്തതാരായിരുന്നു? ജി മാധവൻ നായരാട്ടോ. ജി മാധവൻ നായരാണ്. 131 ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം ഏതാ? ആൻട്രിക്സ് കോർപ്പറേഷൻ ആട്ടോ. ഓപ്ഷൻ എ ആണ്, ആൻട്രിക്സ് കോർപ്പറേഷൻ ആണ്. 132 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ടയാണ്. ഓപ്ഷൻ ബി ആണ്, ആര്യഭട്ടയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ ഏതാ? ആര്യഭട്ടയാണ്. 133 ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏതാ? ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, 1975 ഏപ്രിൽ 19-നാണ്. 1975 ഏപ്രിൽ 19-നാണ്. 134 ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ഭാസ്കര 1 ആണ്. ഭാസ്കര 1 ആണ്. എന്താ ഭാസ്കര 1? ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇത്, ഭാസ്കര 1. 135 ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം വിക്ഷേപിച്ചതെന്നാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം വിക്ഷേപിച്ചതെന്നാണ്? എന്നാൽ 1979 ജൂൺ 7-നാണ്. 1979 ജൂൺ 7-നാണ്. ഇനി ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ആണ്, രോഹിണിയാണ്. അല്ലെ, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണിത്, രോഹിണി. 137 രോഹിണി വിക്ഷേപിച്ച ഡേറ്റ് എന്നാണ്?
രോഹിണി വിക്ഷേപിച്ച ഡേറ്റ് എന്ന 1980 ജൂലൈ 18 ഓപ്ഷൻ സി ആണ്. 1980 ജൂലൈ 18. 138ാമത്തെ ചോദ്യം, രോഹിണി ഉപഗ്രഹത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? രോഹിണി ഉപഗ്രഹത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, APJ അബ്ദുൽ കലാം ആണ്. APJ അബ്ദുൽ കലാം ആണ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാ? ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാ? ആപ്പിൾ ആണ് അല്ലെ? ഓപ്ഷൻ ബി ആപ്പിൾ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണേത്? ആപ്പിൾ. ഇനി ISRO നിർമ്മിച്ച ആദ്യത്തെ ഭൂസ്ഥിര ഉപഗ്രഹം ഏതാ? ISRO നിർമ്മിച്ച ആദ്യത്തെ ഭൂസ്ഥിര ഉപഗ്രഹം ഏതാ? ഓപ്ഷൻ ബി ആപ്പിൾ ആണ്. ISRO നിർമ്മിച്ച ആദ്യത്തെ ഭൂസ്ഥിര ഉപഗ്രഹമാണ് ഇത് ആപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആപ്പിളിന്റെ പൂർണ്ണ രൂപം എന്താണ്? ആപ്പിളിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ സി ആണ്, ഏരിയൻ പാസഞ്ചർ പെലോഡ് എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ഏരിയൻ പാസഞ്ചർ പെലോഡ് എക്സ്പെരിമെന്റ്. 142ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, IRNS-1A ആണ്. IRNS-1A ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം. ചോദിച്ചാൽ IRNS-1A ആണ്. ഇനി 143ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്, അതായത് ഓഷ്യൻ സാറ്റ് ആട്ടോ. ഓപ്ഷൻ സി ഓഷ്യൻ സാറ്റ് ആണ്. എന്താ ഓഷ്യൻ സാറ്റിന്റെ പ്രത്യേകത? ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹമാണ് ഇത് ഓഷ്യൻ സാറ്റ്. ഇനി 144, ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. മെറ്റ്സാറ്റ് എന്ന് അറിയപ്പെടുന്നത്. 145ാമത്തെ ചോദ്യം, മെറ്റ്സാറ്റ് കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹമാണ് ഇത് മെറ്റ്സാറ്റ് എന്ന് പറയുന്നത്. അതിന് പിന്നീട് എന്ത് ചെയ്തു? കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷമാണ് എന്നാ ചെയ്തത്? 2003 ഫെബ്രുവരി 5 കേട്ടോ. 2003 ഫെബ്രുവരി 5. 146, മെറ്റ്സാറ്റിന് കൽപ്പന 1 എന്ന പേര് നൽകിയതാരാ? മെറ്റ്സാറ്റിന് കൽപ്പന 1 എന്ന് പേര് നൽകിയത് ആരായിരുന്നു? AB വാജ്പേയി ആണ് കേട്ടോ. AB വാജ്പേയി ആണ്. 147, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതായിരുന്നു? എജുസാറ്റ് ആണല്ലേ. ഓപ്ഷൻ എജുസാറ്റ് ആണ്. ഇനി 148, വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? വിദ്യയുടെ ഉപഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? എജുസാറ്റ് ആണ് കേട്ടോ. എജുസാറ്റ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിദ്യയുടെ ഉപഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. 149ാമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് റീസാറ്റ് 1 ആണ് കേട്ടോ. ഓപ്ഷൻ ബി റീസാറ്റ് 1 ആണ്.